രണ്ടര വർഷം മുമ്പ് കേരളത്തിൽ വലിയ ചർച്ചയായ ഒരു സംഭവം മലപ്പുറം കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചയാണ് എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ PV അൻവർ ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് പോകാനും ഇടതുപക്ഷത്തിനെതിരെ പിണറായി വിജയനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർത്തിക്കൊണ്ടുവരുവാനും ഇടയാക്കിയ സംഭവങ്ങളിൽ ഒന്ന്. ഇപ്പോഴിതാ അതേക്കുറിച്ച് ഒരു വാർത്ത വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഉത്തരവിറങ്ങി. ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? PV അൻവർ തന്നെയാണോ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടോ എന്നതൊക്കെയുള്ള കാര്യങ്ങൾ പിന്നാലെ പുറത്തു വരാനുണ്ട്. ഇനി എന്താണ് വാർത്ത എന്നല്ലേ? വാർത്ത 2 ദിവസം മുമ്പ് മലയാള മനോരമയുടെ മലപ്പുറം പ്രാദേശിക പേജിൽ വന്നിരുന്നു. തിരുവനന്തപുരത്തോ മറ്റു ജില്ലകളിലോ ആ വാർത്ത വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ ആ വാർത്ത കണ്ടിരുന്നു. ആ പ്രദേശത്ത് മാത്രം വന്ന വാർത്ത, മലപ്പുറം എഡിഷനിൽ മാത്രം വന്ന വാർത്ത. ഇന്ന് മറ്റു ചില മാധ്യമങ്ങൾ കൂടി ആ വാർത്ത നൽകിയിട്ടുണ്ട്. വാർത്ത ഇങ്ങനെയാണ്: സ്വർണ്ണക്കടത്ത് പിടിക്കാനുള്ള പ്രത്യേക സംഘത്തെ പിരിച്ചുവിട്ടു. സ്വർണ്ണക്കടത്ത് പിടിക്കാനുള്ള പ്രത്യേക സംഘത്തെ പിരിച്ചുവിട്ടു. മലപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് സ്വർണ്ണക്കടത്ത് തടയാൻ നിയമിച്ച പ്രത്യേക പോലീസ് സംഘത്തെ പിൻവലിച്ച് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ്. ചൊവ്വാഴ്ചയാണ് SP ചൈത്ര തെരേസ ജോൺ പോലീസുകാരെ സ്റ്റേഷനുകളിലേക്ക് പിൻവലിച്ച് ഉത്തരവിറക്കിയത്. കസ്റ്റംസിന്റെ മതിയായ പരിശോധനയില്ലാതെ വിമാനത്താവളത്തിന് പുറത്തിറങ്ങുന്ന സ്വർണ്ണക്കടത്ത് സംഘത്തെ പിടികൂടുകയായിരുന്നു പ്രത്യേക സംഘത്തിന്റെ ദൗത്യം. സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ 2022 ജില്ലാ പോലീസ് മേധാവി S സുജിത് ദാസ് ആണ് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയത്. രാജ്യാന്തര ടെർമിനലിന് പുറത്ത് പ്രത്യേക കൗണ്ടർ സ്ഥാപിച്ചു. ടൺ കണക്കിന് സ്വർണം പിടികൂടിയ സംഘം 4 വർഷത്തിനിടെ നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്തു. ഇതിനെതിരെ നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ രംഗത്തെത്തി. പിടിച്ച സ്വർണം തൂക്കം കുറച്ച് കാണിച്ച് തട്ടിക്കുന്നുവെന്നായിരുന്നു ആരോപണം. അൻവറിന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് പ്രത്യേക സംഘത്തെ പിൻവലിക്കണമെന്നായിരുന്നു. അതാണ് UDF സാധ്യമാക്കിയത്. ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിൽ 3 പോലീസുകാരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ഒരാളെ ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്കും മറ്റു 2 പേരെ വേങ്ങര, അരീക്കോട് സ്റ്റേഷനുകളിലേക്കുമാണ് മാറ്റിയത്. പോലീസിൽ വ്യാപക സ്ഥലം മാറ്റത്തിന് നീക്കം നടക്കുന്നുണ്ട് എന്നാണ് വാർത്തയിൽ പറയുന്നത്. കാര്യം ഏതാണ്ട് പിടികിട്ടിയിട്ടുണ്ടാകും. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചൊവ്വാഴ്ചയാണ് SP ചൈത്ര തെരേസ ജോൺ പോലീസുകാരെ സ്റ്റേഷനുകളിലേക്ക് പിൻവലിച്ച് ഉത്തരവിറക്കിയത് എന്ന്. എപ്പോഴാണ് കൗണ്ടിംഗ് നടന്നത്? റിസൾട്ട് വന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് തന്നെ തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും പുറത്തു വന്നിരുന്നു. UDF വമ്പിച്ച വിജയം നേടി, LDF പരാജയപ്പെട്ടു. തൊട്ടടുത്ത ദിവസം എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച പോലീസ് സംഘത്തെ, കള്ളക്കടത്ത് തടയാനുള്ള പോലീസ് സംഘത്തെ പിരിച്ചു വിട്ടുകൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നു. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ആരായിരിക്കും മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്? അതാണ് ഇനി അറിയാനുള്ളത്. വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും. അക്കാര്യങ്ങളൊക്കെ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാം. PV അൻവർ വലിയ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന സംഭവമാണ്. മലപ്പുറത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ പരോക്ഷമായി PV അൻവറെ പിന്തുണച്ച് രംഗത്ത് വന്ന പ്രശ്നമാണ്. അതുമാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. വിമാനത്തിൽ കൊണ്ടുവരുന്ന കിലോ കണക്കിന് സ്വർണം കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി പുറത്തെത്തിക്കുന്നു. ഇത് വ്യാപകമായി മലപ്പുറം ജില്ലയിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്നു. അത് പരിശോധിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കടത്തിവിടുന്ന സ്വർണം പുറത്തു നിന്ന് പിടിക്കാൻ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. റോഡിൽ നിന്ന്, അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിന്റെ പുറത്തു വെച്ച് തന്നെ പിടികൂടുന്ന അവസ്ഥയുണ്ടായി. കിലോ കണക്കിന് സ്വർണമാണ് പിടികൂടിയത്. ഈ സ്വർണം മുഴുവൻ സുജിത് ദാസ് എന്ന പോലീസ് സൂപ്രണ്ട് അടിച്ചു മാറ്റുകയാണ് എന്നാണ് PV അൻവറിന്റെ ആരോപണം. ആരാണ് സ്വർണം കടത്തിന് പിന്നിലെന്ന് ഏതാണ്ട് അക്കാലത്ത് തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. അതാ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി യഥേഷ്ടം കോഴിക്കോട് വിമാനത്താവളം വഴി സ്വർണം കടത്താം, ആരും തടയില്ല. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ണു ചിമ്മും, കിലോ കണക്കിന് സ്വർണം പുറത്തെത്തും. അത് എവിടെയൊക്കെയാണ് എത്തുന്നത് എന്നത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. നേരത്തെ അന്വേഷിച്ച ഘട്ടത്തിൽ സ്വർണം പിടിക്കുന്നു എന്ന് മാത്രമേ പുറത്തു വന്നിരുന്നുള്ളൂ. അതിൻ്റെ അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല. പിടിച്ച സ്വർണം അല്ലെങ്കിൽ കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന അന്വേഷണത്തിലേക്ക് പോയതേയില്ല. അങ്ങനെ പോകുമ്പോൾ വൻകിട ജ്വല്ലറിക്കാരെ പിടികൂടാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞ് പോലീസ് പുറകോട്ട് പോയി. സർക്കാർ അതിനെ ഒത്താശ ചെയ്തു കൊടുത്തോ എന്ന ചോദ്യമൊക്കെ അന്ന് ഉയർന്നതാണ്.
പക്ഷെ ഇപ്പോഴിതാ ഒരു സംവിധാനവും വേണ്ട, സ്വർണം യഥേഷ്ടം കടത്തിക്കോട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. UDF-ന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഈ തീരുമാനമെടുത്തത്, അതല്ല മുസ്ലിം ലീഗ് നേതൃത്വമാണോ ഈ തീരുമാനത്തിന് പിന്നിൽ എന്നത് നാളെ പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.